ഇതും കടന്നുപോകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ 40:31. ഒരിക്കൽ ദാവീദ് രാജാവ് തൻ്റെ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചു വരുത്തി പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ ഒരു മോതിരം നിർമ്മിച്ചു തരണം. ആ മോതിരത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരിക്കണം. ഞാൻ വേദനയിലും ദുഃഖത്തിലും ആഴപ്പെടുമ്പോൾ ആ മോതിരം എന്നെ സന്തോഷിപ്പിക്കണം. ഞാൻ ആഹ്ലാദം കൊണ്ട് നിറയുന്ന നിമിഷങ്ങളിൽ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാൻ അതെന്നെ സഹായിക്കുകയും വേണം. ഇത് കേട്ട് സ്വർണ്ണപ്പണിക്കാരൻ ദുഃഖിതനായി. തല പോയത് തന്നെ. രാജാവ് ആവശ്യപ്പെടുന്ന പ്രത്യേകതയുള്ള മോതിരം ഒരിക്കലും ആർക്കും ഉണ്ടാക്കാൻ കഴിയുകയില്ല. ദുഃഖിതനായി തലയും കുമ്പിട്ട് കൊട്ടാരമുറ്റത്തുകൂടെ സ്വർണ്ണപ്പണിക്കാരൻ മെല്ലെ നടന്നു. കൊട്ടാരമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന രാജകുമാരൻ സോളമൻ ഇത് കണ്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ചു. അയാൾ എല്ലാം വിശദീകരിച്ചു. സോളമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണോ ഇത്ര വലിയ കാര്യം? നിങ്ങൾ ഒരു മോതിരമുണ്ടാക്കി അതിൽ ഇതും കടന്നു പോകും എന്നെഴുതുക. രാജാവ് ദുഃഖിതനാകുന്ന നിമിഷങ്ങളിൽ മോതിരത്തിലേക്ക് നോക്കും. അപ്പോൾ ഇതും കടന്നു പോകും എന്ന വാക്കുകൾ രാജാവിനെ ആശ്വസിപ്പിക്കും. ഈ പ്രശ്നങ്ങളും വേദനകളും എന്നേക്കും നിലനിൽക്കുന്നവയല്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ശക്തി പകരും. അമിതമായ ആഹ്ലാദം മനസ്സിൽ നിറയുമ്പോൾ ഇതും കടന്നുപോകും എന്ന വാക്കുകൾ നശ്വരമായ സന്തോഷത്തിൽ മതിമുറക്കാതിരിക്കാനും അദ്ദേഹത്തെ സഹായിക്കും. നമ്മുടെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. വേദനയും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നാം തളർന്നു പോകും. പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടവരായിത്തീരുകയും ചെയ്യും. എല്ലാ ജീവിതാനുഭവങ്ങളിലും ക്രിസ്ത്യാനി തിരുവചനത്തിലേക്ക് തിരിയണം. വചനം തന്നെയായ ഈശോ തിരുവചനത്തിലൂടെ എല്ലാ ജീവിത അനുഭവങ്ങളിലും ആശ്വാസമായി, സമാധാനമായി, ശക്തിയായി, ചൈതന്യമായി നമ്മിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ക്രിസ്ത്യാനിയുടെ വജ്രമോതിരം. തകർച്ചയുടെ നാളുകളിൽ ആത്മാവ് നിറയാൻ സഹായകരമായ വചനം വായിക്കണം, കേൾക്കണം. അവ നമ്മെ രക്ഷയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ നമ്മിൽ അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്യും. തകർച്ച രക്ഷയിലേക്കുള്ള അടയാളമാണെന്ന് നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഇടപെടുന്നവനാണ് യേശു ക്രിസ്തു. നമ്മുടെ പ്രശ്നങ്ങൾ ഈശോയുടെ മുമ്പിൽ അടിയറ വെച്ച് അവിടത്തോട് ആലോചന ചെയ്യണം. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ യേശുവിൽ ആശ്രയിക്കാൻ നാം പഠിക്കണം. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. പലപ്പോഴും തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. പലപ്പോഴും മറ്റു പലരും നമ്മോട് പറഞ്ഞ വചനങ്ങൾ നാം നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത് അവഗണനയുടെ, വെറുപ്പിൻ്റെ, ചെറുതാക്കലിൻ്റെ, വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന വാക്കുകൾ അയവിറക്കി എത്രമാത്രം ഹൃദയവേദനയാണ് നാം അനുഭവിക്കുന്നത്. എന്നാൽ നമ്മെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്ന സ്നേഹം തന്നെയായ ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്ന എത്രയോ വചനങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ മനസ്സിന് ആശ്വാസതൈലം പകരുന്ന എത്രയെത്ര വചനങ്ങൾ. തിരുവചനത്തിൻ്റെ 80% ആശ്വാസ വാക്കുകളാണ്. നമ്മുടെ മനസ്സ് കമ്പ്യൂട്ടറിന് സമാനമാണ്. കിട്ടുന്നതെല്ലാം രേഖപ്പെടുത്തും. അതിനാൽ വചനം ധാരാളമായി കൊടുക്കണം. അത് വലിയ ശക്തിയായി മാറും. ആകിയാൽ ഈ വിധത്തിലുള്ള വചനങ്ങൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമുക്ക് നിറയ്ക്കാം. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. എനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. ജെറമിയ 29:11. കർത്താവ് ഞാൻ ആനന്ദം കണ്ടെത്തും. ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ അവിടുന്ന് എന്നെ നയിക്കും. യെശയ്യാ 58:14. ഇന്നു മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹഗായി 2:19. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനം 37:4. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. യെശയ്യാ 54:10. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. സുഭാഷിതം 3:6. വിജയം നൽകുന്നത് കർത്താവാണ്. സുഭാഷിതം 21:31. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23:1. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും.
സുഭാഷിതങ്ങൾ 16:3. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:13. ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം ആശ്വാസ വചനങ്ങൾ കൊണ്ട് മനസ്സ് നിറച്ചാൽ ജീവിതം സന്തോഷപ്രദമാകും. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമചിത്തതയോടെ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ കഴിയും. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. വിശുദ്ധ മത്തായി 24:35.